പതിവ് ഞായറുറക്കത്തിലേക്ക് വീഴുന്ന സമയത്താണ് അനീഷേട്ടൻ്റെ ഫോൺ കോൾ. വൈകിട്ട് മലമുകളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവല്ലേ എന്ന് ചോദിച്ചിട്ട്. സാധാരണ ആസൂത്രിത യാത്രകൾ നടത്തിയെടുക്കാൻ വലിയ പ്രയാസമാണ് ഞങ്ങൾക്കിടയിൽ. അതിന് കാരണം ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ തിരക്കിനോട് മല്ലിടുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞായറാഴ്ചകളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉടലെടുക്കുന്ന ഇത്തരം യാത്രകൾക്ക് ഇരട്ടി മധുരമാണ് എന്നത് മറ്റൊരു സത്യം. അപ്പോൾ ഫോൺ കട്ടായ ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ബാക്കിയുള്ളവരെ കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. സമയം 1 മണി. അങ്ങനെ ചിലരൊക്കെ പ്രതികരിച്ചു തുടങ്ങി. യാത്രയ്ക്കുള്ള ആളായി രഞ്ജിത്ത്, വിപിൻ, അഭിനന്ദ്, അനീഷ്. അടുത്ത വെല്ലുവിളി യാത്രാ സംവിധാനമായിരുന്നു. എൻ്റെ കാറിൻ്റെ 4 ടയറുകളും താജ്മഹലിൻ്റെ നിലത്തോട് സമാനമായതുകൊണ്ടും കുറച്ച് ദുർഘടപാതയാണെന്ന സലീഷേട്ടൻ്റെ നിർദ്ദേശം കൊണ്ടും ഞാനത് ഏറ്റെടുത്തില്ല. ഞാനത് രഞ്ജിത്തേട്ടനിലേക്ക് കൈമാറി. വളരെ സന്തോഷത്തോടെ കാറെടുക്കാമെന്ന മറുപടി എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അങ്ങനെ എല്ലാം സജ്ജം. 5 മണി സമയം ഉറപ്പിച്ചു. 4:59 അനീഷ് ഹാജർ. പുറകെ മറ്റുള്ളവരും. പക്ഷേ രഞ്ജിത്തും കാറും ഒന്ന് പീഡിപ്പിച്ചു. സമയം 5:15. അനീഷേട്ടൻ വളരെയധികം വ്യാകുലനായി. കാരണം മലമുകളിലെ സൂര്യാസ്തമയം കൂടെ ഈ യാത്രയുടെ ലക്ഷ്യമായിട്ടാണ് അനീഷേട്ടൻ കരുതിയത്. ഫോൺ എടുത്തു വിളിച്ചു. രഞ്ജിത്തേട്ടൻ മറുപടി പറഞ്ഞു, ഞാൻ കുളിക്കുന്നു, ഇപ്പോൾ വരാം. ഇത് കേട്ട അനീഷേട്ടൻ തെല്ലൊന്നും ഞൊടിഞ്ഞു. അയാളെ കുറ്റം പറയാനുള്ള ഇടതരാതെ കാറും രഞ്ജിത്തും അതാ മുന്നിൽ. പഹയൻ നമ്മളെ പറ്റിച്ചതാണ്. യാത്ര തുടങ്ങി. തുമ്പക്കാട് മല എന്ന പേരിൽ തുമ്പക്കാട് എന്നൊക്കെ ഉണ്ടെങ്കിലും തുമ്പയൊന്നും കാണാനാവില്ല എന്ന് ഊന്നി ഞങ്ങൾ പറഞ്ഞു. കാറിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സമയത്ത് കാറിൻ്റെ ടയറൊന്ന് പോയി നോക്കി. ഇതിലും ഭേദം എൻ്റെ വണ്ടി തന്നെയാണെന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് ആശ്വസിച്ചു. യാത്ര തുടങ്ങി. യാത്രാവേളയിൽ തുണിയില്ലാത്ത കേരള രാഷ്ട്രീയം ചർച്ചയായി. സമയവും ദൂരവും പോയത് അറിഞ്ഞില്ല. തുമ്പക്കാട് മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശരിക്കും ഒരു അത്ഭുതമായി തോന്നി. നോക്കത്താ ദൂരത്ത് മലനിരകൾ, നല്ല അസ്തമയച്ചുവപ്പുള്ള ആകാശം. നിർഭാഗ്യവശാൽ സൂര്യാസ്തമയം നഷ്ടമായെങ്കിലും അസ്തമയത്തിന് ശേഷമുള്ള ആകാശവും ആ തണുത്ത കാറ്റും നിരാശ പാടെ നീക്കി. ഒരു വെണ്ണക്കണ്ണൻ പ്രതിഷ്ഠ, വളരെ നല്ലവരായ കുറേ മനുഷ്യർ, അതിഥി ദേവോഭവ എന്ന തത്വം ജീവിതശൈലിയാക്കി മാറ്റിയവർ, വളരെ നല്ല മനസ്സിന് ഉടമകൾ. ശരിക്കും മനസ്സറിഞ്ഞു. ദീപാരാധനയിൽ പങ്കാളികളാവാൻ ഞങ്ങളെയും ക്ഷണിച്ചു. ശുഭം, വേറെന്ത് വേണം? ഒരുപാട് അമ്മമാർ കുശലം പറയാനുണ്ട്. സമയം പോകുന്നത് അറിയുന്നേയില്ല. ചെമ്മാനം നോക്കി കാറ്റും കൊണ്ട് കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രകൃതിയുടെ മടിത്തട്ടിലെ ഒരു ക്ഷേത്രം. ശരിക്കും എന്തോ ഒരു വ്യത്യസ്ത അനുഭവം. തിരികെ പോരാൻ ഒരുങ്ങിയപ്പോൾ അമ്മമാർ ഞങ്ങളുടെ വയറ് കണ്ടിട്ടാവണം താഴത്തിന് അരിയിട്ട് കഴിച്ചേ പോകാവൂ എന്നായി. എന്താ ചെയ്യുക? വൈകിട്ടത്തെ ഭജനയും കേട്ട് ആ മലമുകളിൽ പരസ്പരം സംവദിച്ച് സമയം ചെലവഴിച്ചു. അതിനിടയ്ക്ക് അമ്മമാരോടൊപ്പം കലവറ ഭരണം കൂടെ ഏറ്റുവാങ്ങി. ഓരോ കട്ടൻ ഞങ്ങൾക്ക് തന്നു. ഭജന കഴിഞ്ഞു. നല്ല സാമ്പാറും ചോറും ഉപ്പേരിയും അച്ചാറും കൂട്ടി ഒരു അത്താഴം കഴിച്ച് നേരെ നാട് വിളിച്ചു.